ഹായ്, ഞാനിന്നൊരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ബിരിയാണിയാണ് റെഡിയാക്കാൻ പോകുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെമ്മീൻ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും റെഡിയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബിരിയാണിയാണ്. അതിനുവേണ്ടി നമ്മൾ ചെമ്മീനെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് മസാല തേക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും മസാലകളാണ് നമുക്കിതിലേക്ക് വേണ്ടത്. കൂടാതെ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് നമ്മൾ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി മസാല യോജിപ്പിക്കാനായിട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ശേഷം 1 ടീസ്പൂൺ തൈര്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ ചതച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് ചെമ്മീനിൽ മസാല തേച്ച് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം നമ്മൾ ഏകദേശം 1 മണിക്കൂർ ചെമ്മീനെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിന്ന് കുറച്ച് ചെമ്മീനെടുത്ത് നമുക്കിതിൽ വറുക്കാനിടാം. ചെമ്മീൻ മുഴുവനായി വേവേണ്ട ആവശ്യമില്ല. ഒരു പകുതി മുക്കാൽ വേവ് മാത്രം നമുക്ക് ആയാൽ മതി. ഇപ്പോൾ ഒരു മുക്കാൽ വേവായപ്പോൾ നമ്മളെല്ലാം കുറച്ച് ചെമ്മീനെടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 6 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് നമ്മൾ ചേർക്കണം. സവാളയും ഈ മസാലക്കൂട്ടും കൂടി നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കണം. സവാള നന്നായി വെന്ത് വാടി വന്നതിന് ശേഷം ഒരു 3 തക്കാളി അരിഞ്ഞതും കൂടി നമ്മളിതിലേക്ക് ചേർക്കണം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മളിത് മൂടി വെച്ച് വേവിക്കണം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് വെന്ത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ പൊടികൾ ചേർക്കുമ്പോഴെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. 1 ടീസ്പൂൺ മസാലപ്പൊടി. ഇത്രയും പൊടികളാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ തൈര് ചേർക്കണം. ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചെമ്മീൻ നമുക്കിതിലേക്ക് യോജിപ്പിക്കാം. ചെമ്മീനും മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നമുക്കിതിലേക്ക് മൂടി വെക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില, വേപ്പില, പുതിനയില ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് നമുക്കിടാം. ഈ മസാലകളും കൂടിയിട്ട് ഇട്ടതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായി ദമ്മിടൽ പരിപാടിയാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ബിരിയാണി റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്രാമ്പൂ, പട്ട, ജീരകം, ഏലക്ക, നെയ്യ് ഇതെല്ലാം ചേർത്ത് നമ്മൾ ബിരിയാണി റൈസ് നേരത്തെ വേവിച്ച് ഊറ്റി ഒരു 3/4 പാകമായപ്പോഴത്തേനും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മസാലയാണ് നമ്മൾ ആദ്യം നിരത്തുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച അരിയും കൂടി ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ മസാല ഇങ്ങനൊരു 4 ലെയറായിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു സിമ്മിലായിരിക്കണം നമ്മളെപ്പോഴും ഗ്യാസ് വെക്കുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് ദമ്മിടൽ പരിപാടി റെഡിയാക്കാൻ. ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാള, വേപ്പില, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം നമുക്ക് മുകളിലിട്ടതിന് ശേഷം 10 മിനിറ്റ് മൂടി വെക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.